കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ ബസ് സമരം ജനങ്ങളെ വലച്ചിട്ടും തീർക്കാൻ ചർച്ച പോലും വിളിക്കാതെ അധികൃതർ. സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. തോട്ടട റൂട്ടിലെ യാത്രാക്ലേശം അതിരൂക്ഷമാണ്. അടിപ്പാത വിഷയത്തിൽ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. 60ഓളം സ്വകാര്യ ബസ്സുകളാണ് റൂട്ടിൽ പണിമുടക്കുന്നത്. നടാൽ OK UP സ്കൂളിന് സമീപം അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബസ് ഉടമകളുടെ സമരം. 5-ാം തീയതി തുടങ്ങിയ സമരം തീർക്കാൻ ജില്ലാ ഭരണകൂടമോ ജനപ്രതിനിധികളോ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. പരിഹാരമാർഗം ഞങ്ങളെ സാധാരണ പറയുന്നവരെ ഉദ്ദേശിച്ച് പുതിയ ഡിമാൻഡ് ഒന്നുമല്ല, പഴയ ഡിമാൻഡാണ്. അത് നാഷണൽ ഹൈവേയുടെ ചരിത്രത്തിൽ ഇങ്ങനെ എത്ര മർമ്മപ്രദമായ 2 പട്ടണങ്ങൾ കടന്നു പോകുന്ന സ്ഥലം ബ്ലോക്കാക്കിയത് കേൾവിയില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ഒന്നിക്ക് ആ ഉറപ്പശിക്കാവ് അടിപ്പാത നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെടുത്തും അതിൻ്റെ ഓഫീസിലും രേഖാമൂലം കത്ത് കൊടുത്താൽ ഇത് ബസ്സുകൾ കടന്നു പോവില്ല, ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നു പോകുള്ളൂ, അതുകൊണ്ട് അത് പൊളിച്ചതിന് അതിന് ഹൈറ്റ് കൂട്ടണം, അതല്ലെങ്കിൽ നിങ്ങൾ OK സ്കൂളിൽ അവിടെ ഒരു അണ്ടർപാസ് നിർമ്മിച്ച് തരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി. അപ്പം ഞങ്ങളതായ ഒരു ആവശ്യം പരമാവധി കിട്ടാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മറ്റു സമരം ചെയ്യുന്ന ഒരു വിഭാഗമല്ല. നമ്മളെ സംബന്ധിച്ചോളം സാമ്പത്തിക നഷ്ടമുണ്ട്, അതുപോലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ബസ് സർവീസ് നിർത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്കത് ഇത്രയും ഈ തോട്ടട ഏരിയയിലാണ് കണ്ണൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്നത്. 10-12,000 സ്റ്റുഡൻസ് ആ ഏരിയയിൽ മാത്രം പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിൽ ഭൂരിഭാഗം തലശ്ശേരി ഭാഗത്ത് വരുന്ന കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളൊക്കെ നമ്മൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഇത് എന്തെങ്കിലും റോഡ് എന്തെങ്കിലും അവിടെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസം ആ മേഖലയിലെ കുട്ടികൾക്ക് വരും. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ESI ആശുപത്രിയും അടക്കം പ്രവർത്തിക്കുന്ന തോട്ടടയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ യാത്രക്കാർ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ITI, പോളി സ്കൂളുകൾ, ഫാഷൻ ടെക്നോളജി എന്നിവയടക്കം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നടാലിൽ അടിപ്പാത നിർമ്മിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബസ്സുടമകൾ ഉള്ളത്. 7 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിച്ച് ഈ റൂട്ടിലൂടെ സർവീസ് നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ബസ്സുടമകൾ പറയുന്നത്. സാങ്കേതിക പ്രയാസങ്ങൾ മാറ്റിവെച്ച് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണം എന്നാണ് ബസ്സുടമകൾ ആവശ്യപ്പെടുന്നത്. സമരം 5 ദിവസം പിന്നിട്ടിട്ടും ചർച്ചയ്ക്ക് പോലും അധികൃതർ സന്നദ്ധരാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് K. സുധാകരൻ MP കലക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിലും നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.